നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ എന്നും എന്നാലും ചുരിപ്പെടുമാറാകട്ടെ. ആമേൻ. പെസഹ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളായിട്ട് രക്ഷയുടെ പെരുന്നാളും രക്ഷയുടെ അനുഭവം. എന്തായിരുന്നു ഒന്നാമത്തെ പെസഹ? മോശയെ ദൈവം ഫറവോൻ്റെ അടുക്കലേക്ക് അയച്ചു. ഇസ്രായേലിനെ അവിടെ നിന്ന് വിടുവിക്കണം, അവിടെ നിന്ന് വിട്ടയക്കണം. അവർക്ക് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് വാഗ്ദത്ത ദേശത്തേക്ക് പോകണം. ഈ ദൗത്യവുമായിട്ടാണ് മോശ ഫറവോനെ സമീപിക്കുന്നത്. പക്ഷേ ഫറവോൻ ആ നിർദ്ദേശം കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അയാൾ വിഗ്രഹാരാധകനായിരുന്നു. അയാൾ ഒരു അടിമകളെ വെച്ച് കാശുണ്ടാക്കുന്നവനായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ വിടാതിരിക്കാനായിട്ട് അയാൾ ശ്രമിച്ചു. ദൈവം പല ബാധകൾ വരുത്തി, 10 ബാധകൾ വരുത്തി. 9 ബാധയുണ്ടായപ്പോഴും ഫറവോൻ്റെ മനസ്സിന് മാറ്റമുണ്ടായില്ല. 10ാമത്തെ ബാധ എന്തായിരുന്നു? എല്ലാ ആദ്യജാതന്മാരെയും വധിക്കുക. എല്ലാ ആദ്യജാതന്മാരെയും വധിക്കുക. അപ്പോൾ ദൈവം നിർദ്ദേശം കൊടുത്തു, ഈ സംഹാരദൂതൻ ഇസ്രായേലിൻ്റെ വീടുകളിൽ കയറാതിരിക്കാനായിട്ട് നിങ്ങൾ പെസഹ ആചരിക്കണം. ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തളിക്കണം. അങ്ങനെ ആദ്യത്തെ പെസഹയുണ്ടായി. ആ പെസഹ ഇസ്രായേലിൻ്റെ രക്ഷയായി. പിന്നീട് അനേകം നൂറ്റാണ്ടുകളായിട്ട് ഇന്ന് വരെയും മുടങ്ങാതെ പെസഹ ആചരിച്ചു വരികയാണ്. ചിലപ്പോൾ യഹൂദന്മാർ മാത്രമായിട്ട് ആചരിച്ചിരുന്ന കാലം, പിന്നീട് പുതിയ നിയമസഭ വന്നപ്പോൾ പുതിയ നിയമസഭയിൽ കൂടി ആ ഇസ്രായേലിലെ വിമോചനത്തിൻ്റെ ദിവസത്തിന് ശേഷം ഒരു വർഷം പോലും ഇസ്രായേലിൻ്റെ പെസഹ മുടങ്ങിയിട്ടുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പക്ഷെ നമുക്ക് ചെറിയൊരു സംശയം തോന്നും. പെസഹായിലാണല്ലോ യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ ആരംഭിച്ചത്. കുർബാന സ്ഥാപിച്ചതല്ല, കുർബാന യേശുക്രിസ്തുവിൻ്റെ ബലിയാണ്. പെസഹായിൽ അത് ആരംഭിക്കുകയാണ്. പെസഹായിൽ യേശുക്രിസ്തു അപ്പമെടുത്തിട്ട് തൻ്റെ ശരീരമെന്ന് പറയുന്നു, വീഞ്ഞെടുത്തിട്ട് തൻ്റെ രക്തമെന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥമായി ശരീരവും രക്തവും യേശുക്രിസ്തു ലോകത്തിന് കൊടുക്കുന്നത് ഗോഗുൽത്തായിൽ കുരിശിൽ വെച്ചാണ്. അവിടെയാണ് ബലി നടക്കുന്നത്. കുർബാന ബലിയാണെങ്കിൽ ഈ കുരിശിലെ ബലി കൂടാതെ അത് പൂർണ്ണമാകില്ല. അപ്പോൾ പെസഹായിൽ കുർബാന സ്ഥാപനം പൂർണ്ണമായിട്ടില്ല, അവിടെ ആരംഭിച്ചതേയുള്ളൂ. തുടർച്ചയായ ഒരു സംഭവം തുടർന്നു പോകുന്നു. അത് അവസാനിക്കുന്നത് ചെറിയ രീതിയിൽ പറഞ്ഞാൽ വെള്ളിയാഴ്ച കുരിശിലെ മരണത്തിലും, പൂർണ്ണ രീതിയിൽ പറഞ്ഞാൽ അത് ഉയർപ്പിലുമാണ് പൂർത്തിയാകുന്നത്. അപ്പോൾ യേശുക്രിസ്തു പെസഹായിൽ കുർബാന സ്ഥാപിക്കാൻ ആരംഭിച്ചു. കുർബാനയെ പെസഹായെ പറ്റി നമ്മൾ പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നാണ്. അപ്പം പുളിപ്പില്ലാത്തതെങ്കിൽ, പെസഹായുടെ അപ്പം പുളിപ്പില്ലാത്തതെങ്കിൽ എങ്ങനെയാണ് പെസഹ കുർബാനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പം ഉണ്ടാകുന്നത്? ഗൗരവമായിട്ട് വല്ലതും ചിന്തിച്ച് കാണില്ല. പക്ഷേ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ വിശ്വാസപരമായ ഒരു കാര്യമാണത്. എന്തൊക്കെയാണ് നമുക്ക് എന്താണെന്ന്? കാരണം യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഏകദേശം 3 ലക്ഷം ആളുകൾ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കാൻ വരും. യെരുശലേം ദേവാലയം വളരെ 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 വലിയൊരു ദൈവാലയമാണ്. മതിൽക്കെട്ടിനുള്ളിലെ സ്ഥലം എന്ന് പറയുന്നത് 51 ഏക്കർ സ്ഥലമുണ്ട്. അത് യെരുശലേം ദേവാലയവും അനുബന്ധ കെട്ടിടങ്ങളൊക്കെ ചേർന്ന് 51 ഏക്കർ സ്ഥലമുണ്ട്. ഈ 3 ലക്ഷം ആളുകൾക്കും ബലിയർപ്പിക്കാനായിട്ട് സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ എന്നാണ് പെസഹ? യഹൂദന്മാരുടെ നീസാൻ മാസം 14-ാം തീയതിയാണ്. അത് എബ്രായ ഭാഷ അനുസരിച്ചുള്ള കണക്കാണ്. സുറിയാനി ഭാഷയിൽ വേറെ പേരുകൾ വരിക. നീസാൻ മാസം 14-ാം തീയതിയാണ് പെസഹ. ഏപ്രിൽ മാസത്തിൽ വരും അത്.
ഏകദേശം മധ്യത്തിൽ വരും അത്. നീസാൻ മാസം 14-ാം തീയതി 3 ലക്ഷം ആളുകൾ ഈ ചെറിയ ടൗണിലേക്ക് വന്നാലേ അവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ കണക്ക് വെച്ച് കുഞ്ഞു ടൗണാണത്. ഇന്നത്തെ കണക്ക് വെച്ച് 3 ലക്ഷം ആളുകളാണ് വരുന്നത്. കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, പ്രഭാത കൃത്യങ്ങൾക്ക് വെള്ളം തികയില്ല, ഇനി അവർക്ക് താമസിക്കാനുള്ള സ്ഥലം പോലും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് പഴയ നിയമസഭ ഒരു ഇളവ് കൊടുത്തു. എന്താണ് ഇളവെന്നറിയാമോ? ആ ഇളവ് 14-ാം തീയതിക്ക് പകരം തലേ ദിവസം 13-ാം തീയതി വന്ന് വേണമെങ്കിലും ഈ പെസഹ നിറവേറ്റാം. അത്രമാത്രം തിരക്കായതുകൊണ്ട് കൊടുത്തൊരു ഇളവാണത്. പക്ഷേ പെസഹ മാത്രമേ പെസഹയാവുള്ളൂ. ഇളവ് കിട്ടിയത് പെസഹയാവില്ല. അതിനെ പെസഹ എന്നവർ വിളിച്ചു വരുന്നുമില്ല. നമ്മുടെ പഴയ മലയാള പരിഭാഷകളിൽ ചെറിയ പെസഹ എന്നൊരു വാക്കുണ്ട്. ഒത്തിരി പേര് ശ്രദ്ധിച്ചു കാണില്ല. അത് ചെറിയ പെസഹ എന്ന് പറയുന്നത് ഈ തലേ ദിവസം ആചരിക്കുന്ന പെസഹയാണത്. എന്താണ് അതിൻ്റെ നിയമമെന്ന് പറയുന്നത്? പെസഹയ്ക്ക് 2 ഭാഗമുണ്ട്. 1-ാം ഭാഗമെന്ന് പറയുന്നത് പെസഹ ബലിയാണ്. ന്യായപ്രമാണം അനുസരിച്ച് യെരുശലേം ദൈവാലയത്തിൽ മധ്യാഹ്നത്തിൽ 2 മണി കഴിഞ്ഞ സമയത്ത് 3 മണിക്ക് മുൻപ് മഹാപുരോഹിതൻ ബലിയർപ്പിക്കും. ഇത്രയും വിശാലമായ ദൈവാലയമാണ്. തുടർന്ന് അവിടെ ഇരിക്കുന്ന ആളുകളുടെ എല്ലാം ആടുകളെ വാങ്ങി പുരോഹിതന്മാർ ബലിയർപ്പിക്കും. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ ബലിയർപ്പിച്ചതിന് ശേഷം ആ ആടുകളെ അവർക്ക് കൊടുക്കും. ആ ആടുമായിട്ട് അവർ ഈ ചുറ്റുപാടുമുള്ള 5 മലകളാണ് യെരുശലേം മൊത്തം സ്ഥലം എന്ന് പറയുന്നത്. ആ മലകളിൽ ഒന്നിലേക്ക് പോകും. അവിടെ വെച്ച് അവർ ആടിനെ പാകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ദൈവാലയത്തിൽ നിറവേറ്റപ്പെട്ടത് പെസഹ ബലിയാണ്. ആ പെസഹ ബലി കഴിഞ്ഞാൽ പിന്നെ ഈ മലയിൽ അവർ നിറവേറ്റുന്നത് പെസഹ ഭക്ഷണമാണ്. പെസഹ ഭക്ഷണത്തിന് എന്തൊക്കെ വേണം? പെസഹയാണെങ്കിൽ പുളിപ്പുള്ള അപ്പം പറ്റില്ല, പുളിപ്പില്ലാത്ത അപ്പം വേണം. പെസഹയാണെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം വേണം, ആടിൻ്റെ മാംസം വേണം, ഹരേഷേത്ത് എന്ന് പറയുന്ന പഴങ്ങൾ അരച്ചെടുത്തൊരു കുഴമ്പ് വേണം, വീഞ്ഞ് വേണം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ചേർത്ത് മാത്രമാണ് പെസഹ ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുക. ഇനി ഇത് കഴിക്കുന്നതിന് 2 ചിട്ടകളും മര്യാദകളൊക്കെ ഉണ്ട്. അതിലൊരാളെ പുത്രനായിട്ടൊക്കെ തിരഞ്ഞെടുക്കും. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇനി പെസഹായല്ല, തലേ ദിവസത്തെ ചെറിയ പെസഹായാണെങ്കിലോ അന്നേരം കാര്യങ്ങൾ മൊത്തം മാറും. ആടിനെ അറുത്തിട്ടില്ല, ബലി നിറവേറ്റിയിട്ടില്ല. ന്യായപ്രമാണം അനുസരിച്ചുള്ള പെസഹ ബലി നിറവേറ്റാത്തത് കൊണ്ട് ആടിൻ്റെ മാംസം പെസഹായിലുണ്ടാവില്ല. ആ ബലി ആയിട്ടില്ലാത്തതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം എടുക്കാൻ പറ്റില്ല, പുളിപ്പുള്ള അപ്പം തന്നെ എടുക്കണം. അത് 2ാമത്തെ കാര്യം. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ആ പെസഹ മേശയെന്ന് നോക്കുക. ആ പെസഹ മേശയിൽ മാംസത്തിൻ്റെ ഒരു അടയാളം പോലും നമ്മൾ കാണുന്നില്ല. മാംസമില്ല അവിടെ. അതിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തു ആചരിച്ചത് പെസഹായല്ല, ചെറിയ പെസഹായാണ്. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് പല ഭാഗത്തും സൂചനകളുണ്ട്. പറയുന്നത് എന്താണ്? പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു എന്നാണ് പറയുന്നത്. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. പെസഹ ആയിട്ടില്ല എന്ന് വ്യക്തമാണ് അവിടെ. പിന്നെ വായിച്ചു വരുന്ന ഭാഗത്ത് ഈ യഹൂദന്മാരുടെ ആചാരങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പെസഹ ആയിട്ടില്ല, പെസഹയ്ക്ക് മുമ്പാണ്. അപ്പോൾ നിശ്ചയമായും യേശുക്രിസ്തു മാംസമില്ല, പെസഹ ബലിയില്ല എങ്കിൽ മാംസമില്ല, പെസഹ ഭക്ഷണത്തിൽ ആടിൻ്റെ കുഞ്ഞാടിൻ്റെ മാംസമില്ല. 10 പേർക്കൊരു ആട് വീതം എന്ന കണക്കിൽ അതിനൊക്കെ കൃത്യമായ കണക്കുകളും രീതിയിലുണ്ട്. അതൊക്കെ അനുസരിച്ചാണ് അവർ പെസഹ പെരുന്നാളിന് എടുക്കുന്നത്. ഇനി എന്തുകൊണ്ട്
യേശു ക്രിസ്തു പെസഹ ഭക്ഷിക്കാതെ ഈ ചെറിയ പെസഹ ഭക്ഷിച്ചതും നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ ആട എന്ന് പഴയ നിയമ പെസഹ എന്ന് പറയുന്നൊരു നിഴലാണ്. പൊരുളെന്ന് പറയുന്നത്, സത്യമെന്ന് പറയുന്നത്, യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പുതിയ നിയമ പെസഹയാണ്. നിഴലായതിൻ്റെ ബലിവസ്തു നിഴലായ ഒരു മൃഗമായ ആടാണ്. യഥാർത്ഥ രക്ഷയുടെ നിത്യരക്ഷ അതൊരു താൽക്കാലിക രക്ഷ നൽകുന്നതാണ്, ശാരീരിക രക്ഷ നൽകുന്നതാണ്, അടിമത്തത്തിലുള്ള മോചനം നൽകുന്നതാണ് ഈ കുഞ്ഞാടിൻ്റെ പെസഹ. സാക്ഷാൽ കുഞ്ഞാട് നിത്യജീവൻ നൽകുന്നത്, പാപത്തിൽ നിന്ന് നിത്യമായ വിടുതൽ നൽകുന്നതാണ്. ആ പെസഹ ഏതാണ്? ആ പെസഹ എന്ന് പറയുന്നത് സാക്ഷാൽ യേശു തമ്പുരാൻ നിറവേറ്റിയ പെസഹായാണ്. അപ്പോൾ പെസഹ എപ്പോൾ നിറവേറ്റണമെന്നുള്ളതിന് നിർണയമുണ്ട്. നീസാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം, അപ്പോഴേ നിറവേറ്റാൻ പറ്റുള്ളൂ. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാണ്. അപ്പോൾ നോക്കുക, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ പെസഹ കുഞ്ഞാടെങ്കിൽ യേശു ക്രിസ്തു എപ്പോഴാണ് ബലിയായി തീരേണ്ടത്? കുഞ്ഞാട് അറുക്കപ്പെടേണ്ട അതേ സമയത്ത് തന്നെ യേശു ക്രിസ്തു ബലിയായി തീരണം. കുഞ്ഞാട് അറുക്കപ്പെടേണ്ടത് 2 മണിക്കാണ് എങ്കിൽ, 14-ാം തീയതി 2 മണിക്കാണെങ്കിൽ യേശു ക്രിസ്തു പെസഹ ഭക്ഷിക്കുന്നത് എപ്പോഴായിരിക്കണം? അതിനു മുമ്പേ പെസഹ ഭക്ഷിക്കണം. കാരണം പെസഹ ഭക്ഷിച്ച ആ രാത്രിയിലാണ് യേശു ക്രിസ്തുവിനെ പിടിക്കുന്നത്, യേശു ക്രിസ്തുവിന് വിസ്താരത്തിന് കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം മധ്യാഹ്നത്തിലാണ് യേശു ക്രിസ്തു കുരിശിക്കപ്പെടുന്നത്. പിറ്റേ ദിവസം 9-ാം മണി സമയത്താണ് യേശു ക്രിസ്തു മരിക്കുന്നത്. അങ്ങനെ കുഞ്ഞാട് അറുക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന സമയത്ത് യേശു ക്രിസ്തു ബലിയായി തീരണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ യേശു ക്രിസ്തു പെസഹ ആചരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു നേരത്തെ പെസഹ ആചരിച്ചുവെങ്കിൽ അത് ചെറിയ പെസഹായാണ്. ആ പെസഹായുടെ അപ്പം എന്ന് പറയുന്നത് പുളിപ്പുള്ള അപ്പമായിരിക്കും. പെസഹയ്ക്കാണ് പുളിപ്പ് നീക്കിക്കളയാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ വ്യക്തമാണ്, സാക്ഷാൽ പെസഹ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നത് നീസാൻ മാസം 14-ാം തീയതിയാണ്. 14-ാം തീയതി യേശു ക്രിസ്തു ബലിയായി സകല ബലികളെയും നീക്കിക്കളഞ്ഞ് പുതിയ നിയമത്തിൻ്റെ ബലി സ്ഥാപിച്ചുവെങ്കിൽ യേശു അതിൻ്റെ തലേ ദിവസം പെസഹ ആചരിച്ചിട്ടുണ്ട്. അത് ചെറിയ പെസഹായാണ്. അവിടെ യേശു ക്രിസ്തു ഉപയോഗിച്ചത് പുളിപ്പുള്ള അപ്പമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സുറിയാനി സഭ പുളിപ്പുള്ള അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത്. പെസഹ രക്ഷയുടെ കവാടമാണ്. ബലി അവിടെ തുടങ്ങുകയാണ്, അവിടെ ആരംഭിക്കുകയാണ്. പിറ്റേ ദിവസം ലോകത്തിന് മുഴുവൻ രക്തവും ശരീരവും നൽകിക്കൊണ്ട് ആ ബലി കർത്താവ് തമ്പുരാൻ നിറവേറ്റുകയാണ്. ഈ വർഷത്തെ പെസഹ, ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച എല്ലാ കാര്യങ്ങളും ഭക്തിയുടെ നിറവിൽ, വിശുദ്ധിയുടെ നിറവിൽ, ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നിറവേറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.